സുഗമദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ ഋഷിയുടെ കള്ളത്തരങ്ങളെല്ലാം CP കൈയോടുകൂടി പിടിക്കുന്ന എപ്പിസോഡാണ് ഇന്ന് വരാൻ പോകുന്നത്. എന്തായാലും CP ആളെ കണ്ടെങ്കിലും അത് ഋഷിയാണെന്ന് CPക്ക് വ്യക്തമാകുന്നില്ല. അങ്ങനെ റൂമിലേക്ക് കയറി വാതിലടച്ച് കുറ്റിയിട്ടതും CP കള്ളൻ എന്ന് പറഞ്ഞ് വിളിച്ചു പോകുമ്പം അരുന്ധതി വരുന്നുണ്ട്. അരുന്ധതി വന്നിട്ട് എന്താ CP എന്ന് ചോദിക്കുമ്പം മേഡം ആ റൂമിൽ ആരോ ഉണ്ടെന്ന് പറയുമ്പോൾ ഇല്ല CP ഇവിടെ ആരുമില്ല, CPക്ക് തോന്നിയതായിരിക്കും എന്ന് പറയുമ്പം ഇല്ല മേഡം ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാ, അവൻ ആ റൂമിലേക്ക് കയറി ഡോറടച്ച് കുറ്റിയിട്ടു, മേഡം ഇപ്പം തന്നെ പോലീസിനെ വിളിക്കുന്നും പറഞ്ഞ് CP ആ റൂമിൻ്റെ ഡോറിൽ ചെന്നിട്ട് വാതിൽ തുറക്കടാന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മുട്ടി വിളിക്കുന്നുണ്ട്. അന്നേരം ഋഷിയാണെങ്കിൽ ആകെ ഭയക്കുന്നുണ്ട്, ഇനിയിപ്പോൾ ആകെ പ്രശ്നമാവുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നീട് വാതിൽ തുറക്കാണ്ടാവുമ്പം CP വീണ്ടും വിളിക്കുന്നുണ്ട്, മേഡം എന്തെങ്കിലും നോക്കി നിൽക്കണം, മേഡം പോലീസിൽ വിളിക്കുക, അതുകൂടാതെ അയൽവാസികളെയൊക്കെ വിളിച്ചു കൂട്ടുക, അവരെല്ലാവരും വരട്ടെ, ഇന്ന് ഇവനെ കൈയോടുകൂടി പിടിക്കണം എന്നൊക്കെ പറഞ്ഞ് വീണ്ടും വാതിലിൽ മുട്ടുന്നുണ്ട്. ആ സമയത്ത് നമ്മളുടെ അരുന്ധതിക്കാണെങ്കിൽ CPയോട് എന്ത് പറയണമെന്ന് അറിയില്ല. കാരണം അരുന്ധതിയുടെയും ഋഷിയുടെയും ഈ കള്ളത്തരമൊന്നും CPയോട് പറയാത്തത് കൊണ്ട് തന്നെ CPയോട് പറഞ്ഞാൽ CP എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയില്ലാത്തതുകൊണ്ട് അരുന്ധതിക്ക് ഒരു പേടിയുണ്ട്. എന്നിട്ട് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഋഷിയെ കാണാനില്ല എന്നും പറഞ്ഞ് ഇത്രയും ദിവസം ഞാൻ CPയോട് പറഞ്ഞിട്ട് ഇനിയിപ്പോൾ ഋഷി എൻ്റെ വീട്ടിലുണ്ടായിരുന്നു എന്ന് പറയണേ എങ്ങനെയാണ്, ഇതിപ്പോൾ ഒരു വല്ലാത്ത അവസ്ഥയായി പോയല്ലോ. ഋഷിയോട് ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് ഇതെല്ലാം നിർത്താൻ, ഇനി എന്ത് ചെയ്യും, എന്തായാലും സത്യങ്ങൾ CPയോട് പറയണം, അല്ലാതെ വേറെ നിർവാഹമൊന്നുമില്ല. CP എങ്ങാനും പോലീസിനെ വിളിച്ച് വരുത്തിയ ആകെ പ്രശ്നമാകുന്നു. അങ്ങനെ CP ഡോറിൽ ഇങ്ങനെ ഇടിച്ച് മുട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഋഷി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് നാട്ടുകാരും കൂടി കയറി വന്ന ആകെ പ്രശ്നമാവും, എന്തായാലും CP അങ്കിളല്ലേ, CP അങ്കിൾ എന്നെ കണ്ടു എന്ന് വിചാരിച്ചു കുഴപ്പമൊന്നുമില്ല, CP അങ്കിളിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതിയല്ലോ, എന്തായാലും വാതിൽ തുറക്കാമെന്നും വിചാരിച്ച് ഋഷി വാതിൽ തുറക്കുന്നുണ്ട്. ഋഷി വാതിൽ തുറന്നതും മേഡം അവൻ വാതിൽ തുറന്നു, മേഡം ഓടി വാ മേഡം എന്നും പറഞ്ഞ് ഈ അരുന്ധതിയെ വിളിച്ചതും അരുന്ധതി അങ്ങോട്ട് ഓടി ചെല്ലുന്നുണ്ട്. പക്ഷെ അരുന്ധതിക്ക് അറിയാം അത് ഋഷിയാണ്. എന്തായാലും എന്തെങ്കിലും കയ്യിലെടുത്ത് പിടിച്ചോ മേഡം എന്ന് പറയുമ്പം അതൊന്നും വേണ്ട CP എന്ന് പറയണു. ആ സമയത്ത് തന്നെ നമ്മളുടെ ഋഷിയാണെങ്കിൽ പുറത്തേക്ക് വരുന്നുണ്ട്. ഋഷിയെ കണ്ടതും CP ആണെങ്കിൽ ആകെ അത്ഭുതപ്പെട്ടു പോകുന്നുണ്ട്. ആര്, ഋഷി മോനോ? അപ്പോൾ മോൻ ഇവിടെ ഉണ്ടായിരുന്നോ? അപ്പോൾ മോനെ കാണാനില്ല എന്നും പറഞ്ഞല്ലേ മേഡം ഇത്രയും കോലാഹലമൊക്കെ ഉണ്ടാക്കിയെന്ന് ചോദിക്കുമ്പോൾ അരുന്ധതിയാണെങ്കിൽ ഒരു പരുങ്ങലോടുകൂടി അത് CP ഞാൻ പറയാമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അന്നേരം CP പറയുന്നുണ്ട് എന്താ മേഡം ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താ, ഋഷി ഇവിടെ ഉണ്ടായിട്ടാണോ മേഡം ഋഷിയെ കാണുന്നില്ല എന്നും പറഞ്ഞ് ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയെന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ഞങ്ങൾ വിശദമായിട്ട് CPയോട് പറയാം, എന്തായാലും CP ഒന്ന് സമാധാനപ്പെട്, ഒച്ച എടുക്കല്ലേ എന്ന് പറയുമ്പോൾ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല മേഡം, ഋഷിയെ കാണാനില്ല എന്ന് പറഞ്ഞല്ലേ കേസ് കൊടുത്തതും ചന്ദ്രോത്തുകാരോട് വഴക്കുണ്ടാക്കാനൊക്കെ പോയത്, എന്നിട്ടിപ്പോൾ ഋഷിയാണെങ്കിൽ മേഡത്തിൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു, ഇവൻ ആദ്യം മുതലേ ഇവിടെ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പം ആദ്യമൊന്നും ഋഷി ഇവിടെ ഉണ്ടായിരുന്നില്ല CP, പിന്നീട് വന്നതാ, എന്നിട്ട് ഋഷി തിരിച്ചു വന്ന കാര്യം മേഡം എന്താ എന്നോട് പറയാതിരുന്ന്, ആ വിവരം പോലീസിൽ അറിയിച്ചോ എന്ന് ചോദിക്കുമ്പം ഇല്ല CP അങ്കിളെ, അതൊന്നും ആരെയും അറിയിച്ചിട്ടില്ല, തൽക്കാലം CP അങ്കിളും ഈ വിവരം ആരോടും പറയാൻ പോകണ്ട, ഇപ്പം എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് പോലെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോട്ടെ, അതെന്തിനാ ഋഷി മോനെ അങ്ങനെ ചെയ്യണേ, മോൻ എന്തിനാ ഇവിടെ വിളിച്ചിരിക്കണേന്ന് ചോദിക്കുമ്പം അതിന് ഒരു വ്യക്തമായ ലക്ഷ്യമുണ്ട്, ചന്ദ്രോത്തുകാരെ മുട്ടുകുത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തേക്കണേ, ഇതും അവരും തമ്മിൽ എന്താ ബന്ധം എന്ന് ചോദിക്കുമ്പം ഋഷി നടന്ന കാര്യങ്ങളെല്ലാം ഈ CPയോട് പറയുന്നുണ്ട്. അത് കേട്ടതും CP ആണെങ്കിൽ ഇതൊക്കെ വലിയ പ്രശ്നമാവില്ല മേഡം എന്ന് ചോദിക്കുമ്പം അതേ CP ഞാനത് ഋഷിയോടും പറഞ്ഞു, ഇത് വലിയ പ്രശ്നമാവും, ഇനിയിപ്പോൾ നന്ദൻ കൊലക്കുറ്റം ഏറ്റെടുത്ത സ്ഥിതിക്ക് എത്രയും പെട്ടെന്ന് നന്ദനെ അവർ സ്റ്റേഷനിലോ കോടതിയിലോ ഹാജരാക്കും, അതോടുകൂടി പോലീസ് ഋഷിയുടെ ബോഡി അന്വേഷിച്ച് ഓടിപ്പായും, ആ സമയത്ത് ഋഷി മരിച്ചിട്ടില്ല എന്നുള്ള സത്യം പോലീസിന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെയാണ് സംഭവിക്കണമെന്ന് പറയാൻ പറ്റില്ല, മനഃപൂർവ്വം ഒരാളെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി ചതിക്കാൻ വേണ്ടി കൂട്ടു നിന്നു എന്നുള്ള രീതിയിലാവും, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് അവസാനിപ്പിക്കാൻ ഞാൻ ഇവനോട് പറയാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി എന്ന് പറയുമ്പോൾ ഋഷി പറയുന്നുണ്ട് അങ്കിളെങ്കിലും എന്നെ ഒന്ന് മനസ്സിലാക്കുക, എന്നോടും എൻ്റെ അമ്മയോടും ഇത്രയധികം ദ്രോഹം ചെയ്താൽ അവരെ വെറുതെ വിടണമെന്നാണോ അങ്കിളൊക്കെ പറയണേന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മാധവനാണെങ്കിൽ രാധികയോട് ചോദിക്കുന്നുണ്ട്, രാധിക ദേവിക മോള് വന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ മാധവേട്ട ദേവിക വന്നിട്ടുണ്ട്, അവിടെ ശാരിയായിട്ട് സംസാരിച്ചിരിക്കുകയെന്ന് പറയുമ്പോൾ നീ ഒന്ന് പോയി മോളെ വിളിച്ചുകൊണ്ട് വാന്ന് പറയണു. അങ്ങനെ ഞാനിപ്പോൾ തന്നെ മോളെ വിളിച്ചുകൊണ്ട് വരാം മാധവേട്ടാന്ന് പറഞ്ഞുകൊണ്ട് രാധിക അങ്ങോട്ട് പോകുന്നുണ്ട്. പിന്നീട് ശാരികയും ദേവികയും കൂടി സംസാരിച്ചിരിക്കുന്നിടത്തേക്ക് രാധിക വന്നിട്ട് ദേവി മോളെ നിന്നെ അച്ഛൻ വിളിക്കുന്നുണ്ട്, എന്തിനാ അമ്മയെന്ന് ചോദിക്കുമ്പോൾ അതെനിക്കറിയില്ല, മോളെ അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലെന്ന് പറയണു. അങ്ങനെ ദേവിക ചെന്നതും ഈ മാധവൻ പറയുന്നുണ്ട് എനിക്ക് നന്ദമോനെ ഒന്ന് അത്യാവശ്യമായിട്ട് കാണണം, എനിക്ക് അവനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറയുമ്പോൾ
ഈ ദേവിക പറയുന്നുണ്ട്, വേണ്ടച്ചാ ഇപ്പം നന്ദുവായിട്ട് സംസാരിക്കാതിരിക്കണേ നല്ലത്. എന്തായാലും നന്ദു ഇപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തേക്കൊന്നും പോകണില്ല. 2 ദിവസം കഴിഞ്ഞാൽ ഞാൻ നന്ദുവായിട്ട് വരാമെന്ന് പറയുമ്പം അത് പറ്റില്ല മോളെ, എത്രയും പെട്ടെന്ന് എനിക്ക് നന്ദുവായിട്ട് സംസാരിക്കണം. മോളും നന്ദനുമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞ് അവസാനിപ്പിക്കണം. ഇല്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. ഇപ്പം തന്നെ എൻ്റെ തലയ്ക്ക് നന്ദന അടിച്ചു എന്നും പറഞ്ഞല്ലേ മോൾക്ക് അവനോട് ദേഷ്യം. അതവൻ മനഃപൂർവ്വം ചെയ്തതല്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ, അബദ്ധത്തിൽ സംഭവിച്ചു പോയതാ. അവനെ വേറെ ആരോ ഉപദ്രവിക്കാൻ ശ്രമിക്കുമായിരുന്നു. ആ സ്ഥലത്തേക്കാണ് ഞാൻ ചെന്നത്. അപ്പോൾ അവരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവനാ വടി എടുത്ത് അടിച്ചപ്പം അറിയാതെ എൻ്റെ തലയെ കൊണ്ടതാ. അല്ലാതെ നന്ദമോൻ എന്നെ മനഃപൂർവ്വം തല്ലൂന്ന് മോൾക്ക് തോന്നുന്നുണ്ടോയെന്ന് ചോദിക്കുമ്പം അതൊന്നും അല്ല അച്ഛാ പ്രശ്നം, അതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി, നന്ദന അബദ്ധം പറ്റിയതാണ്. എന്തായാലും 2 ദിവസം അച്ഛനൊന്ന് വെയിറ്റ് ചെയ്യുക, അപ്പോഴേക്കും ഞാൻ നന്ദുവിനെ കൊണ്ട് വരാമെന്ന്. പിന്നീട് ദേവിക ഞാനിപ്പോൾ വരാച്ചാന്നും പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. പുറത്തേക്ക് വന്നതും ഷാരിക ചോദിക്കുന്നുണ്ട്, ചേച്ചീനെ എന്തിനാ അച്ഛൻ വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ അത് വേറെ ഒന്നുമല്ല ഷാരി, നന്ദുവിനെ വിളിച്ചുകൊണ്ടിരാൻ അച്ഛൻ പറയണത്. അന്നേരം ഷാരിക പറയുന്നുണ്ട്, ഈ അച്ഛൻ്റെ ഒരു കാര്യം, തലയ്ക്ക് അടി കൊടുത്തിട്ടും ഇപ്പോഴും മരുമകനെ കാണണമെന്ന ആഗ്രഹം. എന്തായാലും നന്ദേട്ടൻ ഇവിടെ വരെ ഒന്ന് വരാത്തത് മോശമായി പോയി എന്ന് പറയുമ്പം ദേവിക പറയുന്നുണ്ട്, അങ്ങനെ വരാൻ പറ്റിയ സാഹചര്യമല്ല ഷാരി. അച്ഛനും അമ്മയും ഹരിയങ്കളും പറഞ്ഞിട്ട് നന്ദു ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങണില്ല, ഫോണും സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചേക്കാം. എന്തായാലും കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമായിട്ടേ ഇനി നന്ദു പുറത്തേക്ക് ഇറങ്ങുള്ളൂ എന്ന്. അന്നേരം ഷാരിക ചോദിക്കുന്നുണ്ട്, എന്ത് തീരുമാനമാണ് ചേച്ചി ഇതിലുണ്ടാവാൻ പോണേന്ന് ചോദിക്കുമ്പോൾ അതൊന്നും എനിക്കറിയില്ല ഷാരി, എനിക്ക് അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ എൻ്റെ കൈയും കാലും വിറയ്ക്കും. എന്തായാലും അച്ഛനും ഹരിയങ്കളും ചേർന്ന് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കട്ടെ എന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ സിദ്ധാർത്ഥനെയും നന്ദനെയാണ്. നന്ദനാണെങ്കിൽ സിദ്ധാർത്ഥനോട് ചോദിക്കുന്നുണ്ട്, അച്ഛാ ഹരിയങ്കൾ എന്താ പറഞ്ഞതെന്ന് ചോദിക്കുമ്പം എന്നോട് പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല, നിന്നോട് എല്ലാ കാര്യങ്ങളും ചോദിച്ചു മനസ്സിലാക്കിയില്ലേ, ഇനി എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഹരിയേട്ടൻ തീരുമാനിച്ചോളൂ എന്ന് പറയുമ്പോൾ അതച്ചാ കെവിനെയും ഇസബല്ലേനെയും ഒന്നും ഇതിൽ പ്രതിയാക്കരുതെന്ന് പറയുമ്പോൾ സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, അതെന്താ നീ അങ്ങനെ പറയണേ, കെവിനും ഇസബല്ലേ ഇതിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ അവരും പ്രതികൾ തന്നെയാണ്. അല്ല അച്ഛാ, അവരെന്നെ സഹായിക്കാൻ വേണ്ടി വന്നിട്ട് അവരുടെ പേര് ഞാൻ പറഞ്ഞാൽ അവർക്കത് ബുദ്ധിമുട്ടാവില്ലേ എന്ന് ചോദിക്കുമ്പം ഇങ്ങനത്തെ സഹായമാണോ സുഹൃത്തിന് ചെയ്യേണ്ടത്? നീ ഒരു കൊല നടത്തിയെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ആ വിവരം ഞങ്ങളോടല്ലായിരുന്നോ പറയേണ്ടത്? എന്നിട്ട് അത് എല്ലാവരും ചേർന്ന് മറച്ചു വെച്ചു. അതുകൊണ്ടല്ലേ ഇത് ഇത്രയും പ്രശ്നമായത്. എന്തായാലും ഇനിയുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഹരിയേട്ടൻ തീരുമാനിക്കും. ഹരിയേട്ടൻ്റെ തീരുമാനം എന്താണോ അതനുസരിച്ച് നീ അങ്ങോട്ട് നിന്നാൽ മതി എന്നും പറഞ്ഞ് സിദ്ധാർത്ഥൻ നന്ദനോട് ദേഷ്യപ്പെട്ടുകൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെ സിദ്ധാർത്ഥൻ പോയി കഴിഞ്ഞതും നന്ദനാണ് ഈ പ്രഭാവതിയുടെ അടുത്ത് ചെന്നിട്ട്, അമ്മേ നമ്മൾ എന്ത് ചെയ്യും അമ്മേ, എന്തായാലും പോലീസും കേസും അന്വേഷണവും ഒക്കെ ആവുമ്പം ഇതിനകത്ത് കെവിനും ഉണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലാവില്ലേ എന്ന് ചോദിക്കുമ്പം പ്രഭാവതി പറയുന്നുണ്ട്, അതെന്തായാലും മനസ്സിലാവും നന്ദ, നിനക്ക് അപ്പം തന്നെ ഹരിയേട്ടനോട് സത്യങ്ങളെല്ലാം പറയായിരുന്നു. നീ ഒറ്റയ്ക്ക് ഒരാളെ ചുമന്നു കൊണ്ടുപോയി എന്ന് പറഞ്ഞാലൊന്നും ഒരു പോലീസും വിശ്വസിക്കില്ല. അതുപോലെ തന്നെ നീ ഒറ്റയ്ക്ക് ആ കുഴി വെട്ടി ഋഷിയെ മൂടിയെന്ന് പറഞ്ഞാലും ആരും വിശ്വസിക്കില്ല. ആരെങ്കിലും സഹായത്തിന് ഉണ്ടാവുമെന്ന് എല്ലാവർക്കും മനസ്സിലാവും. അതുകൊണ്ട് നീ ഇപ്പം സത്യങ്ങളൊന്നും മറച്ചു വെക്കണ്ടായിരുന്നു മോനെ എന്ന് പറയുമ്പോൾ അതല്ല അമ്മേ, ഞാൻ കെവിനും ബെല്ലയ്ക്കും വാക്ക് കൊടുത്തു പോയതല്ലേ, അവരുടെ പേര് ഒരിടത്തും പറയില്ല എന്ന്. പിന്നെ ഞാൻ അവരെ ചതിക്കണേ എങ്ങനെയാണ്? അവരാണെങ്കിൽ അവരുടെ സ്വന്തം ജീവിതം പോലും കളഞ്ഞല്ലേ എനിക്ക് കൂട്ടിന് നിന്നത്. അതുകൊണ്ട് എനിക്ക് അവരെ ചതിക്കാൻ പറ്റില്ല. എന്ത് ശിക്ഷ വന്നാലും ഞാൻ ഏറ്റെടുത്തോളാന്ന്. ഈ സമയത്ത് പ്രഭാവതിക്കാണെങ്കിൽ ഈ നന്ദൻ്റെ അവസ്ഥയൊക്കെ കാണുമ്പോൾ ആകെ വിഷമാവുന്നുണ്ട്. എന്തായാലും നന്ദനെ രക്ഷിക്കാൻ വേറെ മാർഗ്ഗമൊന്നുമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പ്രഭാവതി നന്ദനോട് പറയുന്നുണ്ട്, എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാം നന്ദ, ഇനി നീ ഒന്നും ഓർത്ത് ടെൻഷൻ ആവണ്ടെന്ന്. അന്നേരം നന്ദൻ പറയുന്നുണ്ട്, എനിക്ക് ടെൻഷനൊന്നുമില്ല അമ്മേ, എന്ത് ശിക്ഷ വേണമെങ്കിലും ഏറ്റെടുക്കാൻ തയ്യാറായിട്ട് തന്നെയാണ് ഞാൻ നിൽക്കണേ, പക്ഷേ അതിൻ്റെ ഇടയിൽ കെവിനെയും ബെല്ലേനെയും വലിച്ചിടരുതെന്നേ ഉള്ളൂ എന്ന്. പിന്നീട് നമ്മളുടെ രജനീനെയാണ് കാണിക്കുന്നത്. രജനിയാണെങ്കിൽ ഇങ്ങനെ ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. ചന്ദ്രോത്ത് പോകണമെന്ന് പറഞ്ഞിട്ട് ഗിരിയാണെങ്കിൽ പോകാൻ സമ്മതിച്ചില്ല എന്നും പറഞ്ഞു. അന്നേരം ഗിരീഷിൻ്റെ അമ്മ പറയുന്നുണ്ട്, അവിടെ ആകെ പ്രശ്നമല്ലേ രജനി, അതിൻ്റെ ഇടയ്ക്ക് നീ ചെന്ന് നീയും കൂടി അവിടെ ഇരുന്ന് കരഞ്ഞിട്ടുണ്ടെങ്കിൽ നിൻ്റെ അമ്മയ്ക്കും അച്ഛനും നന്ദനൊക്കെ അത് വലിയ വിഷമാവൂലേ, അതുകൊണ്ടാണ് ഗിരീഷ് നിന്നോട് പോകണ്ടെന്ന് പറഞ്ഞതെന്ന് പറയുമ്പോൾ എന്നാലും എനിക്ക് അച്ഛനെയും നന്ദുവിനെയും അമ്മേനെയും കണ്ടാലാ സമാധാനം ആവുള്ളൂ അമ്മേ, അവരിപ്പോൾ ഏതവസ്ഥയൊക്കെ പോണേന്ന് എനിക്ക് അറിയില്ലല്ലോ, അവരാകെ തകർന്നു പോയി കാണുമെന്ന് പറയുമ്പോൾ ഗിരിയുടെ അമ്മ പറയുന്നുണ്ട്, അത് പിന്നെ അങ്ങനെ തന്നെയല്ലേ സംഭവിക്കുള്ളൂ, സ്വന്തം മകൻ ഒരു കൊലപാതക കേസിൽ പ്രതിയാന്ന് പറഞ്ഞാൽ ഏതച്ഛനും അമ്മയെ തകർന്നു പോവാത്തതുള്ളേ. എന്തായാലും മോള് പ്രാർത്ഥിക്ക്, വലിയ കുഴപ്പമൊന്നുമില്ലാതെ നന്ദനെ ഇതിൽ നിന്ന് രക്ഷിച്ചെടുക്കാൻ. ആ സമയത്ത് രജനി പറയുന്നുണ്ട്, എന്നാലും ഈ ദേവിക ഉണ്ടല്ലോ അവളാ ഈ പ്രശ്നത്തിനൊക്കെ കാരണക്കാരി എന്ന് പറയുമ്പം ഗിരീഷിൻ്റെ അമ്മ ചോദിക്കുന്നുണ്ട്, അതെന്താ രജനി നീ അങ്ങനെ പറയണേ, ദേവിക പറഞ്ഞിട്ടാണോ നന്ദൻ ആ ഋഷിയെ കൊന്നേന്ന്? അത് കേട്ടത് രജനിക്കാണെങ്കിൽ നല്ല അടി കിട്ടിയതുപോലെ ആവുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ അരുന്ധതിനെയും CPനെയും ഋഷീനെയാണ്.
CP അരുന്ധതിയോട് പറയുന്നുണ്ട്, മേഡം ഇതൊന്നും അത്ര ശരിയായ കാര്യമായിട്ട് എനിക്ക് തോന്നണില്ല. ഇതിനു മുമ്പ് നമ്മൾ ചന്ദ്രോത്തുകാർക്കെതിരെ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അന്നൊക്കെ എല്ലാത്തിനും ഞാൻ മേഡത്തിൻ്റെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിപ്പോൾ ഋഷിമോൻ്റെ ജീവിതം വെച്ചുള്ള കളിയാണ്. ആ നന്ദൻ്റെ സുഹൃത്തുക്കളുണ്ടല്ലോ, അവർ നന്ദനെ ശരിക്കും പെടുത്താൻ വേണ്ടിയിട്ടാണ് നോക്കണേ. അതിൻ്റെ ഇടയ്ക്ക് ഋഷി ജീവിച്ചിരിക്കേണ്ടത് നന്ദന് കുഴപ്പമൊന്നുമില്ല എന്ന് കണ്ട ഋഷിയെ കൊന്നിട്ടാണെങ്കിലും നന്ദനെ ഋഷി കൊലപാതക കേസിൽ ജയിലിൽ വിടാനേ അവർ നോക്കുകയുള്ളൂ. അന്നേരം അരുന്ധതി പറയുന്നുണ്ട്, അല്ലെങ്കിൽ തന്നെ അവരെ എനിക്ക് അത്ര വിശ്വാസമൊന്നുമില്ല. ആ ഇസബല്ല എന്ന് പറയുന്ന പെണ്ണ് ശരിക്കും ഒരു സൈക്കോ പോലെയുള്ള ഒരു പെണ്ണ. അവളിനി ഋഷിയെ കൊന്നിട്ടാണെങ്കിലും നന്ദനെ ജയിലിൽ വിടാൻ നോക്കും. ആ ഒരു പേടി എനിക്കുണ്ട് CP. ഇത് നമ്മൾ എങ്ങനെ പരിഹരിക്കുമെന്ന് ചോദിക്കുമ്പം CP പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് സത്യങ്ങൾ എല്ലാവരും അറിയണം. എല്ലാവരും ഞാൻ ഉദ്ദേശിച്ചത് ചന്ദ്രോത്തുള്ളവർ സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അല്ലാതെ നന്ദൻ ഋഷിയെ കൊന്നു പറഞ്ഞ് കോടതിയിലോ സ്റ്റേഷനിലോ പോയി കീഴടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഋഷിയുടെ ജീവന് വലിയ ഗ്യാരണ്ടി ഒന്നുമില്ല. ഈ നന്ദനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ആ ഇസബെല്ലയും കെവിനും കൂടി ഋഷിയെ കൊന്നുകളയാനും മടിക്കൂലെന്ന്. അത് കേട്ടതും ഋഷിയാണെങ്കിൽ ഇങ്ങനെ ആകെ പേടിച്ച് നിൽക്കും പോലെ നിൽക്കണ ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പം ഇനി എന്തായാലും തൊട്ടടുത്ത എപ്പിസോഡുകളിൽ തന്നെ ഋഷി മരിച്ചിട്ടില്ല എന്നും ജീവനോടെ ഉണ്ടെന്നും അതുപോലെ തന്നെ ഈ ഋഷിയെ കൊന്നു എന്നും പറഞ്ഞ് നന്ദനെ ബ്ലാക്ക്മെയിൽ ചെയ്ത് ദേവികയുടെ MLA സ്ഥാനം വെച്ച് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് കെവിനും ഇസബെല്ലയും കൂടി കളിച്ച കളിയാണ് ഇതെന്നുള്ളതൊക്കെ എല്ലാവർക്കും മനസ്സിലാവുന്ന എപ്പിസോഡ് തന്നെയാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.